ചോദ്യം: ബാർബർ ഷാപ്പിലോ മറ്റോ വെച്ച് വെട്ടുന്ന മുടിയെ കുഴിച്ചു മൂടൽ നിർബന്ധമാണോ? ഉത്തരം: തലയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന മുടി കുഴിച്ചു മൂടൽ പുരുഷന്മാർക്ക് സുന്നത്തും സ്ത്രീകൾക്ക് നിർബന്ധവുമാണ്. ചോദ്യം: മുലപ്പാലൊഴിച്ച ചായ കുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടുമോ? ഉത്തരം: മുലപ്പാൽ ഏതെങ്കിലും ഒരു വസ്തുവുമായി കൂടിച്ചേരുകയും പാലിൻ്റെ നിറം, മണം, രുചി എന്നിവയിൽ ഏതെങ്കിലും ഒരു വിശേഷണം അവശേഷിക്കുകയും 2 വയസ്സിന് താഴെയുള്ള കുട്ടി 5 പ്രാവശ്യമായി അതുപയോഗിക്കുകയും വഴി മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നതാണ്. ചോദ്യം: സ്ത്രീകൾക്ക് താടിരോമം, മീശ എന്നിവ മുളച്ചാൽ അത് നീക്കം ചെയ്യാൻ പറ്റുമോ? ഉത്തരം: പറ്റുമെന്നു മാത്രമല്ല, സുന്നത്ത് കൂടിയാണ്. ചോദ്യം: നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഉമ്മ വിളിച്ചാൽ നിസ്കാരം മുറിച്ച് ഉമ്മാക്ക് ഉത്തരം നൽകണമെന്നുണ്ടോ? ഉത്തരം: ഫർള് നിസ്കാരത്തിൽ ഉത്തരം നൽകൽ ഹറാമാണ്. നിസ്കാരം ബാത്തുലാവും. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഉത്തരം നൽകൽ അനുവദനീയമാണ്. ഉത്തരം നൽകാത്ത പക്ഷം ഉമ്മ വിഷമിക്കുമെങ്കിൽ ഉത്തരം നൽകണം. എന്നാലും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. ചോദ്യം: റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ മലക്ക് ആ വ്യക്തിയോട് സലാം പറയുമെന്ന് കേട്ടു. വസ്തുതയെന്ത്? ഉത്തരം: ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, മുഅ്മിനായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തോട് മലക്കുൽ മൗത്ത് സലാം പറയുകയും അള്ളാഹു താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതാണ്. ചോദ്യം: ഗുഹ്യരോമം കളയൽ സുന്നത്താണല്ലോ, അത് വെട്ടിക്കളഞ്ഞാൽ സുന്നത്ത് ലഭിക്കുമോ? ഉത്തരം: വെട്ടിക്കളഞ്ഞാലും പറിച്ചു കളഞ്ഞാലും സുന്നത്ത് ലഭിക്കും. എന്നാൽ പുരുഷന്മാർക്ക് ഗുഹ്യരോമം വടിക്കലും സ്ത്രീകൾക്ക് പറിക്കലുമാണ് സുന്നത്ത്. അതേസമയം ഗുഹ്യരോമം കളയാൻ ഭർത്താവ് കൽപ്പിച്ചാൽ അവൾക്കത് നിർബന്ധമാവുന്നതാണ്. ഗുഹ്യരോമം നീക്കുന്ന വിഷയത്തിൽ സുന്നത്ത് എന്ന വിധിയാണ് പുരുഷനുള്ളതെങ്കിൽ സ്ത്രീകൾക്കത് സുന്നത്ത്, നിർബന്ധം എന്നീ 2 വിധിയാണുള്ളത്. ചോദ്യം: ഹജ്ജ്, ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് ത്വവാഫിന് മസ്ജിദുൽ ഹറാമിലേക്ക് പോകുമ്പോൾ ഇഅ്തികാഫ് കരുതാമോ? ഉത്തരം: കരുതാം. മറ്റു പള്ളികളിലും നിബന്ധന പാലിച്ച് ഇഅ്തികാഫ് കരുതാം. എന്നാൽ പുരുഷന്മാർക്ക് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ വിവാഹിതയായ സ്ത്രീകൾക്ക് ഇഅ്തികാഫിരിക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വേണം. സമ്മതമില്ലാതെ ഇഅ്തികാഫിരിക്കൽ അവൾക്ക് ഹറാമാണ്. ചോദ്യം: സ്ത്രീകൾക്ക് ഇന്ദ്രിയം പുറപ്പെടുമോ? ഉത്തരം: സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ദ്രിയം പുറപ്പെടാം. പക്ഷേ പുരുഷൻ്റെ ഇന്ദ്രിയം മുതുകിൽ നിന്നും സ്ത്രീയുടേത് നെഞ്ചെല്ലുകൾക്കിടയിൽ നിന്നുമാണ് വരുന്നത്. മാത്രവുമല്ല, പുരുഷൻ്റെ ബീജം കട്ടിയുള്ളതും വെളുത്തതുമായിരിക്കും, സ്ത്രീയുടേത് നേരിയതും മഞ്ഞ നിറവുമായിരിക്കും. സാധാരണയിൽ ഇങ്ങനെയാണെന്ന് മാത്രം. ചോദ്യം: ചിലർ ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് തിന്നുന്നതായി കാണാം. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉത്തരം: ഉണ്ട്. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് തിന്നലും വെള്ളം ഒഴിച്ചു കുടിക്കലും സുന്നത്താണ്. മാത്രവുമല്ല, ഇപ്രകാരം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്നും പാത്രത്തിൽ നിന്ന് നിലത്ത് വീണ ഭക്ഷണം പെറുക്കിയെടുത്താൽ അത് സ്വർഗീയ സുന്ദരികൾക്കുള്ള മഹറുകളാണെന്നും പറയപ്പെട്ടതായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: നിസ്കാരത്തിൽ ഏമ്പക്കം മൂലം ഭക്ഷണ സാധനങ്ങൾ പുറത്തു വന്നാൽ എന്തു ചെയ്യണം? അത് വസ്ത്രത്തിലേക്ക് തുപ്പിയാൽ വസ്ത്രം നജസാകുമോ? ഉത്തരം: ആമാശയത്തിൽ നിന്ന് തികട്ടി വരുന്നത് നജസാണ്. വെള്ളമായാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളായാലും നജസ് തന്നെ. ആമാശയത്തിലെത്തുന്നതിന് മുമ്പ് നെഞ്ചിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നജസല്ല. നജസായത് വായിലായാൽ വായ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. ചോദ്യം: തവാഫ് ചെയ്യുമ്പോൾ പലരും പാദരക്ഷ ഒരു കവറിലിട്ട് കയ്യിൽ പിടിക്കുകയോ പേപ്പറിൽ പൊതിഞ്ഞ് അരയിൽ തിരിയുകയോ ചെയ്യാറുണ്ട്. ചെരുപ്പിൽ നജസ് ഉണ്ടെങ്കിൽ എന്താണ് വിധി? ഉത്തരം: തവാഫ് ചെയ്യുമ്പോൾ ചെരുപ്പ് കയ്യിൽ പിടിക്കുകയോ അരയിൽ സൂക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ചെരുപ്പ് ശുദ്ധിയുള്ളതായിരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നജസായ ചെരുപ്പായി തവാഫ് ചെയ്താൽ അത് സഹീഹാകില്ല. കാരണം നിസ്കാരത്തിലെന്ന പോലെ തവാഫ് ചെയ്യുന്നവൻ്റെ ശരീരവും വസ്ത്രവും തവാഫ് ചെയ്യുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കൽ നിർബന്ധമാണ്. ചോദ്യം: തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവനെ ഉളു ചെയ്ത് നിസ്കരിക്കുന്നവന് തുടരാൻ പാടില്ലെന്ന് കേട്ടു. ഇത് ശരിയാണോ? ഉത്തരം: മടക്കി നിസ്കരിക്കൽ നിർബന്ധമായവനാണെങ്കിൽ അവനെ തുടർന്ന് നിസ്കരിക്കാവതല്ല. ചോദ്യം: ഉളുവിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ടോ? ഉത്തരം: അതെ, സുന്നത്തുണ്ട്.